സുരേഷ് ഗോപിയെ വിളിച്ചു, ജോർജ് കുര്യനെ അവർക്ക് മെസ്സേജ് ഇട്ടു, പിന്നെ മുൻ മന്ത്രി രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു, പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും അമിത്ഷായുടെ ഓഫീസിലും ഒക്കെ പറഞ്ഞു. എങ്കിലും ഭയമുണ്ട്. ഇപ്പോൾ അവസാനം കേട്ടത് ആന്റി കൺവേർഷൻ ബില്ലിന്റെ അല്ലെങ്കിൽ അതിന്റെ പേരിലാണ് അറസ്റ്റെങ്കിൽ കോടതിക്ക് പോലും ബെയിൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൽ ഏറെ എന്നുള്ളത് ഈ സിസ്റ്റേഴ്സ് ആഗ്രയിൽ നിന്ന് അവിടെ ചെന്ന ഈ കുട്ടികളെ അവർ പറഞ്ഞു ഇതിന് കുട്ടികളുണ്ട്. ഈ പെൺകുട്ടികള് എല്ലാവരും തന്നെ ക്രിസ്ത്യൻസാണ്, കാത്തലിക്സ് അല്ല, ക്രിസ്ത്യൻസാണ്. അവർ മേജറാണ്. അവരുടെ മാതാപിതാക്കളുടെ അംഗീകാരത്തോടു കൂടി വന്നതാണ്. ബജറംഗൾ അവിടെ വന്ന് അവരെ ചോദ്യം ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ഇവർ പറഞ്ഞു, അവർ പറയുന്ന പോലെ മൊഴി കൊടുക്കണം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് പറയുന്നു. അത് ഏത് തീവ്രവാദ ഗ്രൂപ്പ് ആക്രമിച്ചാലും അത് തെറ്റാണ്. ഇവിടെയാണ് ഭരിക്കുന്ന സർക്കാരോട് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും ഇങ്ങനെയുള്ള കേസുകൾ, അതായത് ഇങ്ങനെ സിസ്റ്റർമാർക്ക് അവരുടെ വേഷമിട്ട് നടന്ന് ശുശ്രൂഷ ചെയ്യാൻ വളരെയേറെ പാവപ്പെട്ടവർ സഹായിക്കുന്നവരാണ്. ഇനി അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ, ഞാനത് BJP അല്ല, BJPന് പറയുന്നില്ല, അവർ സഹായിച്ചിട്ടുണ്ട്, അവരെ പറയുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഇങ്ങനെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവരെ വേണ്ട തരത്തിൽ നിയന്ത്രിക്കാൻ ഭരിക്കുന്ന സർക്കാർ ശ്രമിക്കണം. അത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ഗൗരവമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മളുടെ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട്. വളരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കപ്പെടുകയാണെന്ന് ഞങ്ങൾ പലപ്പോഴും സംശയിക്കാറുണ്ട്. അതിനകത്ത് ഈ ആക്രമണത്തിന് പിന്നിലുള്ള ആളുകളെല്ലാം ഒരുപക്ഷെ കുറെ കാലമായിട്ട് ഒരേ വിഭാഗത്തിലല്ലേ ഒരേ ആശയങ്ങളിൽ പോകുന്ന ആളുകളായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അറസ്റ്റിനെ കുറിച്ച് പറയുകയായിരുന്നു CBCI അധ്യക്ഷൻ. രാജ്യത്ത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത്. തീവ്രവാദ ഗ്രൂപ്പുകൾ, അതായത് ബജ്രംഗ് ദളാണ് ഇതിനു പിന്നിലുണ്ടായത്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കും, നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു.